ഹായ്, നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മെൻസിന് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ, അതായത് അധികം ഭാരമുള്ള അല്ലെങ്കിൽ ഫാറ്റ് അധികമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകൾ. എല്ലാവർക്കും ജിമ്മിൽ പോകാൻ പറ്റണമെന്നില്ല. അപ്പോൾ കുറേ പേര് എന്നോട് കമൻറ്റ് ചെയ്തിരുന്നു, ഞങ്ങൾക്ക് വീടുകളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നതെങ്കിൽ അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ വ്യായാമത്തിലോട്ട് കയറുന്നതിന് മുമ്പ് കുറച്ച് സ്ട്രെച്ചിങ് ചെയ്യണം. അതിനുശേഷം മാത്രമേ കയറാവുള്ളൂ. ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഹെഡ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, രണ്ട് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക, നന്നായിട്ടൊന്ന് ബ്രീത്ത് വലിച്ചു വിടുക. പിന്നെ നമ്മുടെ ആംസൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, ഇന്നർ ചെയ്യുക, ഔട്ടർ ചെയ്യുക. ഇത് ഞാൻ വീഡിയോയ്ക്ക് ലെങ്ത് ആണല്ലോ എന്ന് വെച്ചുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും, അറിയാത്തവർ അതിലേറെ ഉണ്ടാവും. അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കൈ നേരെ പിടിക്കുക, സ്ട്രെച്ച് ചെയ്ത് വലിച്ചു വിടുക. അപ്പോൾ നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് വലിച്ചു വിടുക. ഇതെല്ലാം ചെയ്യാം. അതിനുശേഷം ഇരുന്നിട്ടൊന്ന് എഴുന്നേൽക്കുക. 1 2 3. നടു വളയാതെ നേരെ നിൽക്കുക. ഇവിടെ പിടിച്ച് ഗ്ലൂട്ട് അപ്പ് ചെയ്യുക. അതിനുശേഷം വേണം ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ. 4 5 6 7 8 9 10. ഇത്രയും ചെയ്യാം. ഇനി നമുക്ക് അതേപോലെ തന്നെ നെക്സ്റ്റ് ലെഗ് ഒന്ന് നേരെ വെക്കുക. വെച്ച ശേഷം പതുക്കെ ഒന്ന് മടക്കുക. 1 2 3 4 5. അതേപോലെ ലെഗ് മാറ്റി വെക്കുക. അടുത്ത ലെഗ് വെച്ച ശേഷം 1 2 3 4 5. രണ്ട് ലെഗും മാറി മാറി ചെയ്യുക. ഇനി നമുക്ക് മെയിനായിട്ടുള്ള വർക്കൗട്ടുകൾ, പുഷപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മനുഷ്യനും നമുക്ക് സ്ട്രെങ്ത് മെയിൻറ്റെയിൻസ് ചെയ്യണമെങ്കിൽ പുഷപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുഷപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ നീ സപ്പോർട്ടർ പുഷപ്പ് ചെയ്താൽ മതി. ഫുട്ട് നിലത്ത് മടക്കി തന്നെ വെക്കുക. ചെസ്റ്റ് ലെവലിലാണ് കൈ വെക്കുക. അതിന് ശേഷം 1 2 3 4 5. ഒന്ന് ചെയ്ത് എക്സ്പെർട്ട് ആയതിനു ശേഷം കാലം വെക്കുക. വെച്ചതിന് ശേഷം 1 2 3 4 5. റിപ്പീറ്റേഷൻ നിങ്ങൾ പരമാവധി ചെയ്യുക. ഒരു 10 15 നിങ്ങൾക്ക് ബിഗിനിങ് ആണെങ്കിൽ ചില 10 ഒന്നും പോയിക്കൊള്ളുന്നില്ല. എങ്കിലും നിങ്ങളുടെ കാലിബർ അനുസരിച്ച് പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഇതേപോലെ തന്നെ ബർഫി എന്ന് പറഞ്ഞ എക്സസൈസാണ്. ഇത് നേരെ നിൽക്കുക. ഇതിന് ശേഷം ഇവിടെ നിൽക്കുക. ഇതിന് ശേഷം കാലി ഇങ്ങോട്ട് വെക്കുക. വെച്ചതിന് ശേഷം ഒന്ന് എഴുന്നേൽക്കുക. എഴുന്നതിന് ശേഷം കൈ മുകളിലോട്ട് പിടിച്ചിട്ട് ഒന്ന് ജമ്പ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിലത്ത് കൈ വെക്കുക, ബാക്കിലോട്ട് കാല് വെക്കുക, തിരിച്ച് കാല് ഫ്രണ്ടിൽ വെക്കുക, എഴുന്നേൽക്കുക. ശേഷം കൈ പിടിക്കുക, ഒന്ന് ചാടുക. ഇതൊക്കെ ചാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും ചെയ്യാം. ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നീ സപ്പോർട്ടർ ഉപയോഗിക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും ബോഡി വെയിറ്റ് അത്യാവശ്യമുള്ളവരാണെങ്കിലും നീ സപ്പോർട്ടർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. ഇനി അതേപോലെ തന്നെ നേരത്തെ കാണിച്ചത് അതേപോലെ പുഷപ്പ് സ്റ്റാൻഡിൽ നിൽക്കുക. അതിനുശേഷം 1 2 3 4 5. ജസ്റ്റ് അത് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഏജ് കൂടുന്തോറും നമ്മൾ മസിൽസിന് വർക്കൗട്ടുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് സ്ട്രെങ്ത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, അസുഖങ്ങൾ വരാതിരിക്കുകയുള്ളൂ. ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. വേറെ വഴിയൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് വൺ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട എക്സസൈസ് തന്നെയാണ് ജമ്പിങ് ജാക്സ്. 1 2
3 4 5 ഒരു 10 വരെ റിപ്പീറ്റേഷൻ ചെയ്യാം. 1 2 3. നിങ്ങൾ സാവധാനം ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇരുന്നിട്ട് എഴുന്നേക്കുന്ന സമയത്തൊക്കെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് വൺ, നമ്മുടെ ലെഗ് ഒന്ന് വൈഡ് ചെയ്യാം. വൈഡിയ ശേഷം കൈ തൂക്കി പിടിച്ചതിന് ശേഷം ലെഗ് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം കൈ തൂക്കി പിടിക്കുക. പിടിച്ചതിന് ശേഷം 1 2 3 4 5 6 7 8 9 10. ഇത്ര എക്സസൈസ് ചെയ്യാം. ഇനി നമ്മൾ നിൽക്കുക. ഇതിന് ശേഷം ഇതിപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ്, റൈറ്റിലെത്തും. ഒന്ന് ടച്ച് ചെയ്യാം. 1 2 3 4 5. ഇതും റിപ്പീറ്റേഷൻ 10 15 ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കിടപ്പ് വരും, നന്നായിട്ട് സ്ട്രെയിൻ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സെറ്റ് ചെയ്തിട്ട് ഒരു 30-40 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം റിപ്പീറ്റ് ചെയ്യാം. ഒറ്റയടിക്ക് ലോഡ് ചെയ്യാതിരിക്കുക. ഒറ്റയടിക്ക് ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തയ്യാറെന്ന പോലെയൊക്കെ തോന്നും. പിന്നെ നെക്സ്റ്റ് വൺ, നേരെ നിൽക്കുക. ഇതിന് ശേഷം കൈ ഇങ്ങനെ പിടിക്കാം. പിടിച്ചതിന് ശേഷം 1 2 3 4 5 6 7 8 9 10. റിപ്പീറ്റ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ നേരെ നിൽക്കുക. നിന്നതിന് ശേഷം തിരിഞ്ഞ് നിന്നിട്ട് ഹിപ്പ് ടച്ച് 1 2 3 4 5 6 7 8 9 10. അതും ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കൈ ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്തതിന് ശേഷം 1 2 3 4 5 6 7 8 9 10. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സൈഡ് ഫാറ്റിന് കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ചെയ്യുക. സൈഡ് ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട് അതുകൂടെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതേപോലെ തന്നെ നിലത്ത് കിടക്കുക. കിടന്നതിന് ശേഷം ഒരു ലെഗ് മുമ്പിൽ വെക്കുക, അടുത്ത ലെഗ് ബാക്കിൽ വെക്കുക. 1 2 3 4 5. മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. ഒരു ലെഗ് മുമ്പിലോട്ട് വെക്കുക. അതിനുശേഷം അടുത്ത ലെഗ് 1 2 3 4 5. മോഡലായിട്ട് ഈ എക്സസൈസും ചെയ്യുക. ഈ കാണിച്ചു തരുന്ന വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ റിപ്പീറ്റേഷൻ വരുന്നത് ഒരു 30-ൽ കുറയാതെ ചെയ്യാൻ ശ്രമിക്കുക. 30 ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 10 എണ്ണം ചെയ്യുക, അല്ലെങ്കിൽ 15 എണ്ണം ചെയ്യുക. അതിനുശേഷം ഒന്ന് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ചെയ്യാം. നമുക്ക് ചിലപ്പോൾ ഒരുമിച്ചെല്ലാം കൂടെ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ചെയ്യാൻ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വൺ, നിലത്ത് കിടക്കുക. കിടന്നതിന് ശേഷം നമ്മുടെ കൈമുട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. പ്ലാങ്ക് നേരെ കോഴി പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മുടെ അടിവയറിൻ്റെ മസിൽസ് നല്ല ടൈറ്റിൽ വെച്ചിട്ട് വീട്ടിൽ ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഇത് മാക്സിമം നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഒരു 30 സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അടിവയർ മാക്സിമം അതൊരു ടൈറ്റ് ചെയ്ത് പിടിക്കുക. ടൈറ്റ് ചെയ്ത് പിടിക്കാൻ നമ്മുടെ അവിടുത്തെ മസിൽസൊക്കെ ടൈറ്റായി കിട്ടും. ഇനി അതേപോലെ തന്നെ നേരെ പുഷ് സ്റ്റാൻഡിൽ നിൽക്കുക. ഇതിന് ശേഷം ഓപ്പോസിറ്റ് 1 2 3 4 5 6 ഇത് ചെയ്യാം. ഇത് ഇപ്പോൾ കാണിച്ചു തരുന്ന ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ഒരു 30 റിപ്പീറ്റേഷൻ വെച്ച് എല്ലാ വർക്കൗട്ടുകളും കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാവും.
നിങ്ങൾ ആ കൂടുതൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണം. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വർക്കൗട്ടിൽ മാത്രം ഒതുങ്ങി പോകാതെ ഒരു ഡയറ്റ് പ്ലാൻ കൂടെ എടുക്കുക. നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൃത്യമായ റിസൾട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഡയറ്റ് പ്ലാൻ കൂടെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റ ഐ ഡി സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം, ബൈ ബൈ.